ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിലിടം നേടിയ താരജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും. വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത്. വിവാഹത്തോടെ മഞ്ജു വാര്യർ സിനിമയോടും അഭിനയത്തോടൊക്കെ വിട പറഞ്ഞ് കുടുംബജീവിതത്തിലേക്കും ഒതുങ്ങി. ഈ പുഴയും കടന്നെന്ന കമൽ ചിത്രത്തിന് ദിലീപും മഞ്ജുവും നായികന്മാരായി അഭിനയിച്ചിരുന്നു. ഈ ഒരു ഷൂട്ടിങ്ങിനിടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നതും. മലയാള സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു പ്രണയമായിരുന്നു മഞ്ജു വാര്യരും ദിലീപും തമ്മിലുണ്ടായിരുന്നത്. 4 വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് 1998 ഒക്ടോബർ 20 ഇവര് തമ്മിൽ വിവാഹം കഴിക്കുന്നത്. പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും 14 വർഷങ്ങൾക്ക് ശേഷമാണ് വേർപിരിഞ്ഞത്. മഞ്ജുവുമായിട്ടുള്ള വിവാഹമോചന ശേഷം ദിലീപ് കാവ്യ മാധുവിനെ വിവാഹം കഴിച്ചതും ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. ദിലീപുമായിട്ടുള്ള വിവാഹമോചന ശേഷം അടിമുടി മാറ്റത്തോടെയാണ് മഞ്ജു പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. പ്രായം 42 ആയെങ്കിലും മഞ്ജു ഇപ്പോഴും 20ന്റെ ഒരു ചെറുപ്പത്തിലാണ്. മമ്മൂട്ടിയെ പോലെ തന്നെ പ്രായം റിവേഴ്സ് ഗിയറിൽ പോകുന്ന നടിയാണ് മഞ്ജു എന്നാണ് പ്രേക്ഷകരും പറയുന്നത്. ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലി തന്നെയാണ് മഞ്ജുവിന് ഈ ഒരു ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്നതെന്ന് മഞ്ജു പറയാറുണ്ട്. യോഗയും ഡാൻസും തുടങ്ങിയ ചിട്ടയായ ജീവിതമാണ് മഞ്ജു നയിക്കുന്നത്. ഇരുവരുടെയും മകൾ മീനാക്ഷി അച്ഛനോടൊപ്പം കഴിയാനാണ് ഏറെയും ഇഷ്ടപ്പെട്ടത്. പിന്നീട് ഇതിന്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ മകളുടെ തീരുമാനത്തെ അനുകൂലിച്ച് ഒരു തുറന്ന കത്തുമായിട്ട് മഞ്ജു വാര്യർ എത്തിയിരുന്നു. ദിലീപുമായി വേർപിരിഞ്ഞതിന് ശേഷമാണ് മഞ്ജു വാര്യർ തൃശൂരിലെ തന്റെ വീട്ടിലേക്ക് താമസം മാറിയിരുന്നത്. എന്നാൽ മകൾ മീനാക്ഷി അച്ഛനായ ദിലീപിനോടൊപ്പം നടന്റെ കുടുംബ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇത് പല ഗോസിപ്പുകൾക്കും കാരണമായി. മഞ്ജു വാര്യർ സിനിമയിൽ ശ്രദ്ധ ചെലുത്താനായിട്ട് മകളെ അച്ഛനോടൊപ്പം വിട്ടു എന്നും ദിലീപ് ആരാധകർ ആരോപിക്കുകയും നടിക്ക് കടുത്ത വിമർശനമേറ്റ് വാങ്ങേണ്ടി വരികയും ചെയ്തു. എന്നാൽ മഞ്ജുവിന്റെ ആരാധകരോ അമ്മയെ തള്ളിക്കളഞ്ഞതിന് മീനാക്ഷിയും മകളെ തട്ടിയെടുത്തതിനെ ദിലീപിനെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചു. എന്നാൽ അധികം വൈകാതെ എല്ലാ കിംവദന്തികൾക്കും മറുപടി പറയുന്ന ഒരു തുറന്ന കത്തുമായി മഞ്ജു വാര്യർ എത്തി. തന്റെ മകളെ കസ്റ്റഡി യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തുറന്നു പറഞ്ഞ നടി മീനാക്ഷി ഏൽപ്പിച്ചത് ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിലേക്കാണെന്നും കൂടി കൂട്ടിച്ചേർത്തിരുന്നു. ഇപ്പോഴിതാ ഈ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി മാറുന്നത്. മീനൂട്ടിക്ക് അവളുടെ അച്ഛനോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് മറ്റാരെക്കാളും നന്നായി അറിയാം. ദിലീപേട്ടനോടൊപ്പം അവൾ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവളുടെ കസ്റ്റഡി സ്വന്തമാക്കാൻ വേണ്ടി അവളെ കോടതിയിലേക്ക് വലിച്ചിഴക്കാനും നിയമപരമായ തർക്കങ്ങൾക്കിടയിൽ അവളുടെ ജീവിതം താറുമാറാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവളോടൊപ്പം എന്നും ഒരു വെളിപാടകലെ ഞാൻ ഉണ്ടാകും. ഇതായിരുന്നു മഞ്ജു വാര്യർ അന്ന് തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരുന്നത്. ഇന്ന് തന്റെ MBBS വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ താരപുത്രി തന്റെ മെഡിക്കൽ കരിയർ തുടങ്ങുമ്പോഴും കൂടെയുള്ളത് അച്ഛനും രണ്ടാനമ്മയായ കാവ്യ മാധവനുമാണ്. മീനാക്ഷി ഡോക്ടർ ആയതിന്റെ സന്തോഷം ദിലീപ് പങ്കുവച്ച സമയത്ത് മകൾ മഞ്ജു വാര്യരെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് സോഷ്യൽ മീഡിയ ആലോചിച്ചിരുന്നു. എന്നാൽ അധികം വൈകാതെ മീനാക്ഷി അമ്മയെ അൺഫോളോ ചെയ്തു. പക്ഷെ മഞ്ജു വാര്യർ മകളെ ഫോളോ ചെയ്യുന്നുണ്ട്. മഞ്ജു വാര്യരുടെ അച്ഛൻ മാധവ് വാര്യർ അന്തരിച്ചപ്പോൾ അമ്മയുടെ തൃശ്ശൂരുള്ള വീട്ടിലേക്ക് മീനാക്ഷി ദിലീപിനോടൊപ്പം എത്തിയിരുന്നു. എന്തായാലും മഞ്ജുവിന്റെ വാക്കുകൾ സത്യമായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് തന്നെ ദിലീപിനോടൊപ്പം എന്നും ഉറച്ചു നിൽക്കുകയായിരുന്നു മീനാക്ഷി. ഒരുപാട് വർഷത്തെ ഗോസിപ്പുകൾ സത്യമാക്കിക്കൊണ്ട് ദിലീപ് നടി കാവ്യ മാധവനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൂട്ടിയപ്പോഴും മകളുടെ പിന്തുണ ആ ഒരു തീരുമാനത്തിലും ഉണ്ടായിരുന്നു. അതിനു മുൻപ് വനിതാ മാസികയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ തന്നെ മറ്റൊരു വിവാഹം കഴിക്കാൻ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത് മകളാണെന്ന് നടൻ വെളിപ്പെടുത്തിയിരുന്നു. പിന്നീട് നടിയെ ആക്രമിച്ച കേസിൽ നടൻ അറസ്റ്റിലായപ്പോഴും മകൾ മീനാക്ഷി അച്ഛനോടൊപ്പം തന്നെയായിരുന്നു. ഒരു ഇന്റർവ്യൂവിൽ തനിക്കും കാവ്യയ്ക്കും ജനിച്ച മകൾക്ക് മഹാലക്ഷ്മി എന്ന് പേരിട്ടത് മീനാക്ഷിയാണെന്നാണ് ദിലീപ് വെളിപ്പെടുത്തിയിരുന്നത്. മഞ്ജുവോ ദിലീപോ ഒരിക്കൽ പോലും തങ്ങളുടെ സ്വകാര്യതയെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിയിട്ടില്ല. പരസ്പര സമ്മതത്തോടെയാണ് വേർപിരിഞ്ഞതെന്നും ആരും ആ ഒരു തീരുമാനത്തെ സ്വാധീനിച്ചിട്ടില്ല എന്നും മഞ്ജു മുൻപ് തുറന്നു പറഞ്ഞിരുന്നു. എന്റെ ജീവിതത്തിൽ എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്. അവരെപ്പോഴും എല്ലായ്പ്പോഴും എന്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. അവരൊരിക്കലും എല്ലാ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടില്ല. അതേസമയം വിവാഹമോചനത്തിന് ശേഷം ദിലീപ് മഞ്ജു വാര്യരെ കുറിച്ച് സംസാരിച്ച കാര്യങ്ങളും ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. ദിലീപ് നൽകിയ അഭിമുഖത്തിൽ മഞ്ജുവിനോടൊപ്പം അഭിനയിക്കാൻ ഇനിയൊരു അവസരം വന്നാൽ അഭിനയിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ആ കഥാപാത്രത്തിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള നായിക മഞ്ജു അല്ലാതെ മറ്റൊരു നടിയില്ല എന്ന് വരികയാണെങ്കിൽ അഭിനയിക്കുന്നതിൽ എന്താണ് പ്രശ്നം? ഞാനും മഞ്ജുവും തമ്മിൽ അതിനുള്ള ശത്രുത ഒന്നുമില്ലല്ലോ. അങ്ങനെ ഒരു സിനിമ വരട്ടെ, അപ്പോൾ ആലോചിക്കാം എന്നായിരുന്നു ദിലീപ് അന്ന് പറഞ്ഞത്. മഞ്ജു വാര്യർ തനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു എന്നും ഞങ്ങൾ പിരിയാനുണ്ടായ കാരണം കാവ്യ അല്ല എന്നും ദിലീപ് പറഞ്ഞിരുന്നു.
ഞാനും എൻ്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് അതൊരു ഭാര്യ ഭർത്തൃ ബന്ധം മാത്രമായിരുന്നില്ല, ശക്തമായ കൂട്ടുകാരായിരുന്നു. എന്തും സംസാരിക്കാൻ പറ്റുന്ന ഒരാൾക്കാരായിരുന്നു ഞങ്ങൾ. അതുപോലൊരു സൗഹൃദത്തിലാണ് ഇങ്ങനൊരു സങ്കടകരമായിട്ടുള്ള അവസ്ഥയുണ്ടായത്. അതിൽ വിഷമമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ വിഷയമാണ്. അതിലേക്ക് കാവ്യയെ പിടിച്ചിട്ടാണ് പലരും പല വാർത്തകളും പറയുന്നതും. ഞാൻ ന്യായീകരിക്കുകയല്ല, ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാവ്യ വെള്ളപൂശി റെഡിയാക്കി വെക്കാനൊന്നുമല്ല ഇതൊന്നും പറയുന്നത്. സത്യസന്ധമായ കാര്യം കാവ്യയല്ല ഇതിന് കാരണമെന്നായിരുന്നു അന്ന് ദിലീപ് പറഞ്ഞത്. ദിലീപുമായുള്ള വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞുള്ള മഞ്ജു വാര്യരുടെ ഇന്റർവ്യൂ വൈറലായിരുന്നു. 1998 മഞ്ജു വാര്യർ സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത് കുടുംബജീവിതത്തിലേക്ക് പോയത്. ദിലീപുമായുള്ള വേർപിരിയലിനെ കുറിച്ച് ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ ചോദ്യം വന്നപ്പോൾ പറയാനും കേൾക്കാനും വേദനിക്കുന്ന ഉത്തരമാണെങ്കിൽ അത് പറയാതിരിക്കുന്നതല്ലേ നല്ലത് എന്നായിരുന്നു മഞ്ജു അന്ന് മറുപടി നൽകിയത്. എന്തായാലും മീനാക്ഷിയും അമ്മ മഞ്ജു വാര്യരും ഒന്നിക്കുന്ന ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് മലയാളികൾ. നാളുകൾക്ക് മുൻപ്, അതായത് നടൻ പൃഥ്വിരാജിന്റെ വിവാഹത്തിന് അച്ഛനും അമ്മയ്ക്കൊപ്പം മീനാക്ഷി എത്തിയ പഴയകാല ചിത്രങ്ങളും ഫാൻസ് ഗ്രൂപ്പുകളിലടക്കം വൈറലായിരുന്നു. വലുതായപ്പോൾ അമ്മയും മകളും ഒന്നിച്ചില്ലെങ്കിലും ചെറുപ്പത്തിൽ ഇരുവരും ഒന്നിച്ചുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ ആരാധകർ ആഘോഷമാക്കാറുണ്ട്. കുട്ടിയുടുപ്പിൽ സുന്ദരിയായി മീനാക്ഷി എത്തിയപ്പോൾ സൽവാറാണ് മഞ്ജു ധരിച്ചത്. ഏറ്റവും സിമ്പിൾ ലുക്കിലാണ് ദിലീപും വിവാഹത്തിൽ സംബന്ധിക്കാൻ എത്തിയതും. പിന്നീട് നടന്ന താരവിവാഹങ്ങളിൽ ഇവർ 3 പേരും എത്തിയത് വിരളമായിട്ടുള്ള കാഴ്ച തന്നെയായിരുന്നു. ഇരുവരും പരസ്പരമുള്ള ചിത്രങ്ങളോ വിശേഷങ്ങളോ പിറന്നാൾ ആശംസകളോ ഒന്നും തന്നെ പരസ്യമായി പങ്കുവെക്കാറില്ലായിരുന്നു. ഇതാണ് അമ്മയും മകളും സ്വരചേർച്ചയില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. എന്നാൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരുന്നപ്പോഴും മീനാക്ഷിയോ മഞ്ജുവോ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല. മഞ്ജുവുമായി വേർപിരിഞ്ഞതിന് ശേഷം 2016 ദിലീപ് കാവ്യ വിവാഹം കഴിച്ചു. മഹാലക്ഷ്മിയുടെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് വൈറലാകാറുമുണ്ട്. ഈ പുഴയും കടന്നെന്ന കമൽ ചിത്രത്തിലെ ദിലീപും മഞ്ജുവും നായികന്മാരെ അഭിനയിച്ചിരുന്നു. ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നതും. അതേസമയം തന്റെ ഇടവേളയെക്കുറിച്ച് മഞ്ജു അടുത്തിടെ സംസാരിച്ചിരുന്നു. ഞാൻ അങ്ങേയറ്റം സന്തോഷം അനുഭവിച്ചു തന്നെയായിരുന്നു ഇരുന്നത്, അല്ലാതെ ബുദ്ധിമുട്ടി അഭിനയിക്കാൻ വയ്യല്ലോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് മഞ്ജു വാര്യർ അന്ന് വ്യക്തമാക്കി. മഞ്ജു വാര്യർ സിനിമാ രംഗത്ത് നിന്നും വിട്ടുനിന്ന കാലത്തെക്കുറിച്ച് സംവിധായകനായ സത്യൻ അന്തിക്കാടും അന്ന് സംസാരിച്ചു. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ മഞ്ജുവിൻ്റെത് വലിയ ഇടവേളയായിരുന്നു. പക്ഷേ എനിക്കതൊരു ഗ്യാപ്പായി തോന്നിയിട്ടില്ല. മഞ്ജു ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. മഞ്ജു ദുഃഖകരമായ കാലഘട്ടത്തിലൂടെ കടന്നുപോയെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യവുമില്ല. മഞ്ജു സ്വന്തം ഇഷ്ടപ്രകാരമാണ് അഭിനയം നിർത്തിയത്. ഞാൻ അഭിനയിക്കുന്നില്ല എന്ന് മഞ്ജു തീരുമാനിക്കുകയായിരുന്നു. ഒരു നിലയ്ക്ക് അന്ന് മഞ്ജു സന്തോഷിച്ചിട്ടേ ഉണ്ടാകൂ. കാരണം ഡാൻസ് പ്രാക്ടീസിനൊക്കെ മഞ്ജുവിന് മടിയായിരുന്നു എന്ന് അമ്മ പറയുമായിരുന്നെന്നും സത്യൻ അന്തിക്കാട് തമാശയോടെ പറഞ്ഞു. മഞ്ജുവിന്റെ ജീവിതത്തിലെ വേദനാജനകമായിട്ടുള്ള ഒരു അധ്യായമായിരുന്നു അതും.